Dear students, welcome you to a new session on the course Mechanics of Solids. Today we are continuing the torsion of circular shaft. Circular shaft in a base derivation, the torsional equation derive. So, in the continuation of class. So, our torsion equation derivation or a term polar moment of inertia or J, or it is also represented as IZZ, moment of inertia about ZZ axis, that is it is IXX plus IYY. Okay, so IXX plus IYY രണ്ടിനെ കൂടെ സം ചെയ്യുമ്പോൾ so ഓരോ moment of inertia of a circular shaft about the XX axis and YY axis. Okay, so moment of inertia about XX axis and moment of inertia about YY axis. So അത് രണ്ടും കൂടെ ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് പൈ ഡി റേസ് ടു 4/64 പ്ലസ് പൈ ഡി റേസ് ടു 4/64. ഓക്കെ, പൈ ഡി റേസ് ടു 4/64 പ്ലസ് പൈ ഡി റേസ് ടു 4/64 അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് IXX പ്ലസ് IYY ആഡ് ചെയ്യുമ്പോഴാണ് IZZ ഓർ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഫോർ എ സർക്കുലർ സെക്ഷൻ. സോ 2 ഇൻറ്റു പൈ ഡി റേസ് ടു 4/64 അതാണ് പൈ ഡി റേസ് ടു 4/32. So polar moment of inertia for a circular section equation ആണ് pi d raised to 4/32. This is the case of solid shaft. Solid shaft having diameter d ആണ് ഈ equation for a hollow section. Hollow section ആകുമ്പോൾ polar moment of inertia IZZ is equal to pi/32 into capital D raised to 4 minus small d raised to 4. Capital D എന്ന് പറയുന്നത് outside diameter OD ആണ്, സ്മോൾ ഡി എന്ന് പറയുന്നത് ഇൻസൈഡ് ഡയമീറ്റർ ഐ ഡി ആണ്. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ദെൻ അടുത്തൊരു ടേമാണ് ടോർഷണൽ റിജിഡിറ്റി. സോ ഈ ടോർഷണൽ റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുകയാണ്. സോ ദ ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയുന്നത് മിനിമം ടോർക്ക് റിക്വയർഡ് ടു ഡിഫോം ആൻ ഒബ്ജെക്റ്റ് ബൈ ട്വിസ്റ്റിംഗ് ത്രൂ ആൻ യൂണിറ്റ് ഡയമെൻഷൻ. ഒരു യൂണിറ്റ് ഡയമെൻഷനിൽ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി മിനിമം എത്ര ടോർക്ക് വേണം ഫോർ ആൻ ഒബ്ജെക്റ്റ്? The minimum torque required to deform an object. Okay, twisting വഴി ഒരു മെറ്റീരിയലിനെ ഡീഫോം ചെയ്യാൻ വേണ്ടി എത്രമാത്രം മിനിമം ടോർക്ക് വേണം? ഒരു യൂണിറ്റ് ഡയമെൻഷനിൽ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ യൂണിറ്റ് ഡയമെൻഷനിൽ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി മിനിമം എത്ര ടോർക്ക് വേണം? ആ ഒരു ക്വാണ്ടിറ്റിയാണ് ടോർഷണൽ റിജിഡിറ്റി. ടോർഷണൽ റിജിഡിറ്റി ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഷിയർ മോഡുലസ് ഓർ മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റിയുടെയും പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണ് GJ, ടോർഷണൽ റിജിഡിറ്റി. സോ ഇതാണ് ടോർഷണൽ ഇക്വേഷൻ. T/J ഈസ് ഈക്വൽ ടു ഒരു ടേം എടുത്തിട്ടുള്ളൂ, T/Jയും G⁻L. ഓക്കെ, ആ രണ്ട് ടേമും കൂടെ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് GJ എന്ന് പറയുന്നത് ടോർഷണൽ റിജിഡിറ്റി ആണ്. ദാറ്റ് ഈസ് TL/θ. ഈ ഇക്വേഷനിൽ നിന്നാണ് GJ ഈസ് ഈക്വൽ ടു TL/θ എന്ന് എഴുതിയത്. ദാറ്റ് ഈസ് ടോർഷണൽ റിജിഡിറ്റി. ദെൻ ഒരു ടേം നമ്മൾ പറഞ്ഞു, പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ ഷാഫ്റ്റ് വെൻ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ടോർഷൻ. ഒരു ടോർഷൻ അപ്ലൈ ചെയ്യാൻ നേരം ആ ഒരു ഷാഫ്റ്റ്, സർക്കുലർ ഷാഫ്റ്റ് തിരിച്ചൊരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ആ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ആ റെസിസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്രോസ് സെക്ഷണൽ ഏരിയ. ആ ഒരു ഫോർമുല കണ്ടല്ലോ, പൈ ഡി റേസ് ടു 4/32. പൈ ഡി റേസ് ടു 4/32 എന്ന് പറയുന്നത് അതൊരു ക്രോസ് സെക്ഷണൽ ഏരിയ, അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഈ ഒരു ടേമിൽ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ഒന്നും വരുന്നില്ല, ഓൺലി ദി ജോമെട്രിക് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് എ ക്രോസ് സെക്ഷണൽ ഏരിയ മാത്രമേ വരുന്നുള്ളൂ. സോ ദിസ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, അത് ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് അറൈസസ് ഫ്രം ദി ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഓക്കെ, ദെൻ ഒരു ടേം എന്ന് പറഞ്ഞാൽ ആ ഒരു ഷാഫ്റ്റിൻ്റെ കേസിൽ പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ് വെൻ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് n RPM. RPM ഈസ് ദി റൊട്ടേഷൻസ് പെർ മിനിറ്റ് ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് ടോർക്ക് T. T എന്ന് പറഞ്ഞ ടോർക്ക് അപ്ലൈ ചെയ്യാൻ നേരം ഷാഫ്റ്റ് ക്യാപിറ്റൽ N RPMൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിൻ്റെ ഇക്വേഷനാണ് പവർ ഈസ് ഈക്വൽ ടു 2πNT/60 വാട്ട്. That is the power 2πNT/60, where capital N is RPM, capital T is the torque applied. Okay, ഇതാണ് ബേസിക് ഇക്വേഷൻസ്. ഇത്ര ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക, അതായത് ടോർഷണൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, ടോർഷണൽ ഇക്വേഷനിൽ ഓരോ ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഈ സർക്കുലർ ക്രോസ് സെക്ഷൻ മാത്രം പഠിച്ചാൽ മതി. സോ അതിൻ്റെ എല്ലാം ഹോളോ ആണെങ്കിലും സർക്കുലർ ആണെങ്കിലും അതിൻ്റെ
പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ അറിഞ്ഞിരിക്കുക. ദെൻ അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, എ സോളിഡ് circular shaft is to transmit 75 kilowatt of power at 200 rpm. If the shear stress is not to exceed 50 megapascal, find the diameter of the shaft. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസിൻ്റെ വാല്യൂ ക്യാപിറ്റൽ ജി തന്നിട്ടുണ്ട് 100 ഗിഗാപാസ്കൽ. സോ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും പറഞ്ഞതുപോലെ ഗിവൺ ഡേറ്റ, എന്തൊക്കെ ഡേറ്റയാണ് തന്നിരിക്കുന്നത്, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് എഴുതുക. പി ഈക്വൽ ടു 75 കിലോവാട്ട് പവർ തന്നിട്ടുണ്ട്. എൻ ആർ പി എം ക്യാപിറ്റൽ എൻ 200 RPM. ടൗ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 50 മെഗാപാസ്കൽ എന്ന് പറഞ്ഞാൽ ആ ഒരു മെറ്റീരിയലിന് മാക്സിമം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 50 മെഗാപാസ്കലാണ്. അന്നേരം ഇറ്റ് ഈസ് നോട്ട് ടു എക്സീഡ് 50 മെഗാപാസ്കൽ എന്ന് പറയുന്നത് ആ മെറ്റീരിയലിന് മാക്സിമം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് ആണ്. അതുകൊണ്ട് സോ ദാറ്റ് ടൗ മാക്സ് എന്ന് പറയുന്നതാണ് മാക്സിമം ഷിയർ സ്ട്രെസ് ആണ് 50 മെഗാപാസ്കൽ. ക്യാപിറ്റൽ ജി തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ഡി. So basic equation like power transmitted through a shaft rotating at n rpm and transmitting torque T, and equation P is equal to 2 pi nt by 60. ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ നിന്ന് ടി കണ്ടുപിടിക്കുക. ഈ ടി എന്ന് പറഞ്ഞാൽ ടി ആവറേജ് ആണ്, അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് ടോർക്കാണ് 3518.98. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ആവറേജ് ടോർക്കിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഒരു സേഫ്റ്റി പ്രിക്വേഷൻ എന്നുള്ള രീതിയിൽ ഈ ആവറേജ് ഷിയർ സ്ട്രെസ്സിൻ്റെ ഒരു 25% കൂടെ കൂടുതലായിരിക്കും മാക്സിമം ടോർക്ക് വരുന്നതെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ആവറേജ് ടോർക്കാണ് ഈ കണ്ടുപിടിച്ചത്. ആ ആവറേജ് ടോർക്കിൽ നിന്ന് ഒരു മാക്സിമം ഇത്ര ഒരു 25% ടോർക്കും കൂടെ വന്നാൽ പോലും നമ്മുടെ ഈ മെറ്റീരിയൽ വിസ്റ്റാൻഡ് ചെയ്യണം. അതിന് വേണ്ടിയാണ്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് മാക്സിമം ഒരു 25% ടോർക്ക്. ഈ ടി ആവറേജിൽ നിന്ന് 25% കൂടി എക്സ്ട്രാ ടോർക്ക് വന്നാൽ പോലും ഈ മെറ്റീരിയൽ വിസ്റ്റാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ഇത്ര ഡയമീറ്ററുള്ള ഷാഫ്റ്റ് അത് വിസ്റ്റാൻഡ് ചെയ്യണം. അതിനുവേണ്ടി 25% എക്സസ് ആയിട്ട് എടുക്കുക. സോ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് ഈ ഒരു കിട്ടിയ ടി ആവറേജ് ഇൻറ്റു 1.25, 25% എക്സ്ട്രാ എടുക്കുക. ടി മാക്സിൻ്റെ വാല്യൂ കിട്ടും. സോ ടോർഷണൽ ഇക്വേഷൻ നമുക്കറിയാം, ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടൗ ബൈ ആർ. ജെ എന്ന് പറയുന്നത് പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഫോർ എ സർക്കുലർ ഷാഫ്റ്റിൻ്റെ ഇക്വേഷൻ പൈ ഡി റേസ് ടു 4/32. ആർ എന്ന് പറയുന്ന റേഡിയസ്, ദാറ്റ് ഈസ് ഡയമീറ്ററിൻ്റെ ഹാഫാണ്, ഡി ബൈ 2. സോ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ടി ജെ എന്ന് പറഞ്ഞ പൈ ഡി റേസ് ടു 4/32, ടൗ ബൈ ആർ എന്ന് പറഞ്ഞ ഡി ബൈ 2. ദെൻ ഇവിടെ ഡിയും ഈ ഡി റേസ് ടു 4ഉം ക്യാൻസലായി ഡി ക്യൂബ് വരും. 32ഉം 2ഉം ക്യാൻസലായി 60 വരും. ഫൈനൽ ഈക്വേഷനിൽ നിന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 16 ടൗ ഡി ക്യൂബ്. അതാണ് ഇക്വേഷൻ, പൈ ബൈ 16 ടൗ ഡി ക്യൂബ്. സോ ഓരോ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി കിട്ടിയിട്ടുണ്ട്. ടി എന്ന് പറയുന്നത് ടി മാക്സേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവൂ. പൈ ബൈ 16 ടൗവിൻ്റെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ഇൻറ്റു ഡി ക്യൂബ്. ഇതിൽ നിന്ന് ഡി ക്യൂബ് എത്ര കിട്ടും? 76.96 mm ആണ് ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ്. ഈ ഒരു ടോർക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് എന്ന് പറയുന്നത് 76.96 mm ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വി ഹാവ് ടു ഡിസൈൻ എ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ ആണ്. സെലക്ട് എ സ്യൂട്ടബിൾ ഡയമീറ്റർ ഓഫ് എ സോളിഡ് ഷാഫ്റ്റ് ആണ്, സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പവർ തന്നിട്ടുണ്ട് 112.5 കിലോവാട്ട് പവർ അറ്റ് 200 RPM. അലോബിൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 75 Nm/mm² ആണ്. അലോബിൾ ട്വിസ്റ്റ് എന്ന് പറയുന്നത് തീറ്റ പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 1 ഡിഗ്രി ഇൻ എ ലെങ്ത് ഓഫ് 3 മീറ്റർ. 3 മീറ്റർ ലെങ്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഷാഫ്റ്റിൻ്റെ 3 മീറ്റർ ലെങ്തിൽ അലോ ചെയ്യാൻ പറ്റുന്ന ട്വിസ്റ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റിയുടെ വാല്യൂ ജി തന്നിട്ടുണ്ട്. സോ ഗിവൺ ഡേറ്റ എല്ലാം എഴുതുക. ദെൻ പവർ ട്രാൻസ്മിഷൻ്റെ ഇക്വേഷൻ 2 pi nt/60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ഒരു P = 2 pi nt/60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ടി എന്ന് പറയുന്ന ടോർക്ക് എന്ന് പറയുന്ന ആവറേജ് ടോർക്ക് ആയിരിക്കും. സോ ടി ആവറേജ് = 5000
371.47 ന്യൂട്ടൺ മീറ്റർ. ഇവിടെ യൂണിറ്റ് എല്ലാം ശ്രദ്ധിച്ചോണം. ടോർക്ക് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്ററാണ് തന്നിരിക്കുന്നത്. ടോർക്കല്ല, ടൗ മാക്സ് എല്ലാം, ടൗ മാക്സും ജി എല്ലാം ന്യൂട്ടൺ പെർ mm² തന്നിരിക്കുന്നത്. ഓക്കെ, അന്നേരം എല്ലാ യൂണിറ്റും മില്ലിമീറ്ററിലായിരിക്കണം. ഈ 10⁻³ വന്നത് കിലോ വാട്ടിനെ വാട്ടാക്കുന്നതാണ് പവറിനെ. സോ നേരത്തെ ക്വസ്റ്റ്യനും ചെയ്ത പോലെ തന്നെ ടി മാക്സ് എന്ന് പറയുന്നത് ഈ കിട്ടിയ ടി ആവറേജിൻ്റെ 25% എക്സ്ട്രാ ആയിരിക്കും. സോ ടി ആവറേജ് ഇൻറ്റു 1.25 ചെയ്യുമ്പോൾ ടി മാക്സ് കിട്ടും. ഇനി ബേസിക് ഇക്വേഷൻ, ടോർഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ടൗ ബൈ ആർ ഈസിക്കൽ ടു ടി ബൈ ജെ ഈസിക്കൽ ടു ജി തീറ്റ ബൈ എൽ. ടി ബൈ ജെ ഈസിക്കൽ ടു ടൗ ബൈ ആർ ഈസിക്കൽ ടു ജി തീറ്റ ബൈ എൽ. ഇതാണ് ബേസിക് ടോർഷൻ ഇക്വേഷൻ. ഈ ടോർഷൻ ഇക്വേഷനിൽ ആദ്യത്തെ 2 ടേം ടി ബൈ ജെ ഈസിക്കൽ ടു ടൗ ബൈ ആർ എടുക്കുക. സോ ഈ ഒരു ഇക്വേഷൻ ആദ്യത്തെ 2 ഈക്വൽ ടേംസ് എടുത്തിട്ട് ആ 2 ഈക്വൽ ടേംസ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ സ്ട്രെങ്ത് കൺസിഡറേഷനാണ്. ഓക്കെ, സ്ട്രെങ്തിനെ ബേസ് ചെയ്താണ് പറയുന്നത്. സോ അതിൽ നിന്ന് ടി ബൈ ജെ ഈസിക്കൽ ടു ടൗ ബൈ ആറിൽ നിന്ന് നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ജെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈ d⁻⁴/32, ആർ എന്ന് പറയുന്നത് d/2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ ടി ഈസിക്കൽ ടു π/16 ടൗ d3. ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി എന്ന് പറയുന്നത് 76.96 mm എന്ന് കിട്ടും, ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ്. ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഡിസൈൻ ചെയ്ത് ബേസ്ഡ് ഓൺ സ്ട്രെങ്ത് കൺസിഡറേഷൻ ആദ്യത്തെ 2 ഈക്വൽ ടേംസ് എടുത്താണ്. ദെൻ അടുത്തത് ചെയ്യേണ്ടത് അടുത്ത 2 ടി ബൈ ജെ ഈസിക്കൽ ടു ജി തീറ്റ ബൈ എൽ. ഇതിങ്ങനൊരു രണ്ടാമത്തെ ഒരു സ്റ്റിഫ്നെസ് കൺസിഡറേഷനും കൂടെ കൺസിഡർ ചെയ്യാൻ കാര്യം, ഇവിടെ അലോബിൾ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. അലോബിൾ ഷിയർ സ്ട്രെസ് അല്ല, അലോബിൾ ട്വിസ്റ്റ്. 3 മീറ്റർ ലെങ്തിൽ ഈ ഷാഫ്റ്റിന് 1 ഡിഗ്രി ആംഗിൾ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. അലോബിൾ ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ആ ഒരു ട്വിസ്റ്റും കൂടെ കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ടി ബൈ ജെ ഈസിക്കൽ ടു ജി തീറ്റ ബൈ എൽ. ജെ എന്ന് പറയുന്നത് പൈ d⁻⁴/32 ജി തീറ്റ ബൈ എൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തീറ്റ എന്ന് പറയുന്നത് 1 ഡിഗ്രി പെർ 3 മീറ്റർ ലെങ്ത് ആണ്. ഡിഗ്രിയെ റേഡിയൻ ആക്കണം. 1 ഡിഗ്രിയെ റേഡിയൻ ആക്കണം. റേഡിയൻ ആക്കാൻ വേണ്ടിയാണ് π/180 ചെയ്തത് ഇവിടെ. ഓക്കെ, സോ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാ യൂണിറ്റും സെയിം ആയിരിക്കണം. ഡിഗ്രിയെ റേഡിയൻ ആക്കുക. അതുകൊണ്ടാണ് π/180 വന്നത്. ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിയുടെ വാല്യൂ d⁻⁴ ആണ് കിട്ടുന്നത്. അതിൻ്റെ 4th റൂട്ട് എടുക്കണം. ഓക്കെ, കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. 4th റൂട്ട് എടുക്കുക. ഡിൻ്റെ വാല്യൂ 109.42 mm എന്ന് കിട്ടും. സോ ഈ രണ്ടിൽ നിന്നും സ്ട്രെങ്ത് കൺസിഡർ ചെയ്യും, സ്റ്റിഫ്നെസ് കൺസിഡർ ചെയ്യുന്ന 2 വാല്യൂ കിട്ടി. ഈ 2 ഡയമീറ്ററിൻ്റെ വാല്യൂ നിന്നും ഏറ്റവും വലിയ വാല്യൂ എടുക്കുക. ഓക്കെ, സോ ഫ്രം ദി 2 കൺസിഡറേഷൻ ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് എന്ന് പറയുന്നത് 109.42 ആണ്. ഓൾമോസ്റ്റ് 110 mm എന്ന് പറഞ്ഞ് എടുക്കുക. ഓക്കെ, മാക്സിമം ഡയമീറ്റർ വരുന്നതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഈ ഒരു ഡയമീറ്ററിനെ ബേസ് ചെയ്താണ് ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.